വലിയൊരു പിക്ക് നിങ്ങൾക്ക് തരാനില്ല കേട്ടോ. ഇതാ മഹീന്ദ്ര താർ ഇന്ത്യൻ മെയ്ഡ് റൈറ്റ് ഹാൻഡ് ഇനി മംഗോളിയ. നമ്മൾ ചെങ്കിസ് ഖാൻ്റെ നമ്മൾ വെല്ലുപ്പാൻ്റെ അടുത്തേക്ക് പോകുന്ന ഇതാണ് മക്കളെ നമ്മൾ ഏഷ്യക്കാരെ ഫുൾ ജീനിന് ഉടമയായിട്ടുള്ള ചെങ്കിസ് ഖാൻ. 10,000 is big money. No, it's okay. Just take it. It's only കുറച്ച് തരുമോ? $3. How can I ask in Mongolia? Can you please give me discount? Yemdrel. He's already giving you. യന്ത്രൽ അയച്ചു വിടും. ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ഞാൻ ഇതിലൊത്ത് എടുത്ത് വെച്ചത്. ഞാൻ ഈ യാത്രയിൽ നിന്ന് ഒന്നും സമ്പാദിച്ചില്ല കേട്ടോ. ആകെ സമ്പാദിച്ചത് ഈ കാണുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമാണ്. പിന്നെ കുറേ കടങ്ങളും സമ്പാദിച്ചത്, വണ്ടീൻ്റെ ലോണെല്ലാം ബാക്കിയുണ്ട്. ഇതാണ് ഉലാൻ ബത്താറിലുള്ള ചെങ്കിസ് ഖാൻ്റെ പ്രതിമ. സത്യം പറഞ്ഞാൽ നമ്മളെ വെല്ലുപ്പ ചെയ്ത് നമ്മളെല്ലാം വെല്ലുപ്പ ഇതാ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മകൾ വന്നിരിക്കുന്നു. ഉപ്പ നോക്കൂ, ഇതാ നമ്മളെ മറ്റേ നഷ്ടപ്പെട്ടു പോയ മകൾ വന്നിരിക്കുന്നു. അതായത് നമ്മൾ ഏഷ്യക്കാരതെല്ലാം ജീന് വന്നത് ഈ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ആൾ തന്നെ പറയുന്നത്. കാരണം ഏകദേശം പല 20ൽ കൂടുതൽ രാജ്യങ്ങളിലായിട്ട് ചെങ്കിസ് ഖാൻ്റെ ജീനുകളുണ്ട്. ബീജത്തിൽ നിന്നുണ്ടായ സ്പ്രെഡ് ചെയ്ത ആൾക്കാർ നമ്മളെല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിലെല്ലാം കാണുന്ന ഈ ഹിമാചൽ ലേ ലഡാക്കിലെ ആൾക്കാരെല്ലാം ഈ ഒരു മിക്സിംഗ് ആണ്. അപ്പോൾ മംഗോളിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, മംഗോൾസ് ലോകത്തിലെ ശക്തരായ കുറേ സാമ്രാജ്യങ്ങളുണ്ട്. അതായത് ഓട്ടോമൻസ്, അതുപോലെ തന്നെ റോമൻസ്, അതിൽ പെടുന്നതാണ് ഈ പറയുന്ന മംഗോൾസ്. ഇവർക്ക് യുദ്ധം ചെയ്ത ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. അതായത് പണ്ടത്തെ ഒരു ഗോത്രവർഗ്ഗക്കാരാണ് ഈ പറയുന്ന മംഗോൾസ്. അപ്പോൾ നമ്മൾ തുർക്കിയിൽ പോയ സമയത്ത് അവിടെ ഓട്ടോമൻസിൻ്റെ കുറേ ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമൻസ് എന്ന് വെച്ചാൽ ഈ മംഗോൾസാണ് നബിക്ക് ശേഷം റസൂലുള്ളാഹിക്ക് ശേഷം മക്ക പിടിച്ചടക്കാൻ വന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അന്നേരം ഇവരവിടുന്ന് കുറേ സാധനങ്ങളെല്ലാം കട്ടുകൊണ്ട് പോയി. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഓട്ടോമൻസാണ് ഈ മംഗോൾസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ഇപ്പോഴും ഇസ്തംബൂൾ കാണുന്ന മ്യൂസിയത്തിൽ, ഓട്ടോമൻസ് മ്യൂസിയത്തിലും കാണാൻ പറ്റുക. അപ്പോൾ അതൊരു ചരിത്രമാണ്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫൈനലി പിന്നെ ചെങ്കിസ് ഖാൻ്റെ മുമ്പിലെത്തി. ചെങ്കിസ് ഖാൻ മൂപ്പരെ കണ്ണെല്ലാം ശരിക്കും ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ മംഗോളിയയിൽ എവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം കുതിരകളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ കുതിരകളുള്ള രാജ്യം കൂടിയാണ് മംഗോളിയ. അതുകൊണ്ടാണ് മംഗോൾസ് യുദ്ധത്തിൽ ജയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മംഗോളിയൻ്റെ ഫ്ലാഗാണ് ബാക്കിൽ കാണുന്നത്. നല്ല തണുപ്പാണ്, കയ്യിൽ ഇതാ മരവിച്ച ആകെയും. ഇതാണ് നമ്മളെ മംഗോളിയൻ ഫ്രണ്ട്സ് ഇട്ടിടാൻ കഴിയില്ല. ഇതാണ് ചെങ്കിസ് ഖാൻ, നമ്മളെ വെല്ലുപ്പ. മംഗോളിയൻസിലെ രാജാക്കന്മാരെ ഫോട്ടോസ് ഉണ്ട്. എന്നാൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 10-15 അടിയുള്ള ഒരു ബൂട്ടുണ്ട്. അത് പിന്നെ മൃഗങ്ങളെ തോലുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അത് മാത്രമല്ല പണ്ട് മംഗോളിയ ഭരിച്ച കുറേ രാജാക്കന്മാരെ ഫോട്ടോസ് അതിൻ്റെ ഉള്ളിലുള്ള. അങ്ങനെ കാര്യമായിട്ട് 3-4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷെ എന്നാലും മംഗോളിയ എന്ന് പറഞ്ഞ രാജ്യവും അതുപോലെ തന്നെ മംഗോൾസും ലോക ചരിത്രത്തിൽ ഏറ്റവും ഇടം പിടിച്ച ആളുകളുമാണ്. അതുപോലെ തന്നെ രാജാക്കന്മാരുമാണ്, സാമ്രാജ്യമാണ്.